നമസ്കാരം. സവർക്കറെ അപമാനിച്ച് രാഹുൽ ഗാന്ധിക്ക് കോടതിയിൽ നിന്നും കണക്കിന് കിട്ടി ഒരു ദിവസം കഴിഞ്ഞതേ ഉള്ളൂ. ഇതാ സനാതന ധർമ്മത്തെ പാർലമെന്റിൽ വെച്ച് അപമാനിച്ചിരിക്കുകയാണ്. द्रोणाचार्य जी ने एकलव्य का अंगूठा काटा, वैसे ही आप हिंदुस्तान के युवाओं का പ്രിയങ്ക വദ്രയുടെ പാർലമെന്റിലെ ആദ്യ പ്രസംഗം കഴിഞ്ഞതോടെ രാജകീയം അസ്തമിച്ചു എന്ന് കരുതിയ ലോകമെമ്പാടുമുള്ള ട്രോളന്മാരും കാർട്ടൂണിസ്റ്റുകളും രാഷ്ട്രീയ നിരീക്ഷകരും രാഷ്ട്രീയ വിദഗ്ധരുമടക്കം എന്തിനു പറയുന്നു രാഹുൽജിയുടെ പ്രസംഗം കേട്ട് തല തല്ലി ചിരിക്കുന്ന പാർലമെന്റ് അംഗങ്ങൾ വരെ സങ്കടപ്പെട്ടിരിക്കുകയായിരുന്നു. പാർലമെന്റിൽ നിന്നും ഇറങ്ങിയപ്പോൾ അവരുടെ മുഖത്തിന് വിഷമമുണ്ടായിരുന്നു. അതായത് ഇനി രാഹുലിന്റെ മണ്ടത്തരം കേൾക്കാൻ പറ്റില്ലല്ലോ എന്ന് ക്രമാസ്ഥാനമാണ് പ്രിയങ്ക പിടിച്ചെടുത്തത്. രാഹുൽ തന്റെ സ്ഥിരം മണ്ടത്തരത്തിന്റെ കിരീടം ഇന്നലെ പാർലമെന്റിലെ ഒറ്റ പ്രസംഗം കൊണ്ട് പ്രിയങ്കയിൽ നിന്നും തിരിച്ചു പിടിച്ചു. അതോടെ രാഹുലും പ്രിയങ്കയും സമാസമമായി. അതോടെ കോൺഗ്രസിൽ ഇനി രണ്ട് പ്രധാന കോമാളികൾ. രാഹുൽ പറഞ്ഞത് ഇങ്ങനെയാണ്: 6 മുതൽ 7 വയസ്സ് വരെയുള്ളവരെ യുവാവ്, ഭരണപക്ഷം അതിനെ തിരുത്തിച്ചു. യുവാവല്ല ബച്ച, അതായത് ആ കാറ്റഗറിയിലുള്ളവരെ കുട്ടി എന്നാണ് നമ്മൾ വിളിക്കാറ് പൊതുവെ. അടുത്ത മണ്ടത്തരം ഇതാ വന്നു. ദ്രോണാചാര്യർ ശിഷ്യനായ ഏകവല്യന്റെ വിരൽ മുറിച്ചെടുത്തു എന്നാണ് പറഞ്ഞത്. വാസ്തവത്തിൽ ഗുരുദക്ഷിണയായി ഏകവല്യൻ ഗുരുവിന് സമർപ്പിക്കുകയായിരുന്നു തന്റെ വിരൽ. തപസ്യ എന്നാൽ ശരീരത്തിൽ താപം ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയയാണെന്ന് രാഹുൽ ഗാന്ധിയുടെ മൂന്നാമത്തെ മണ്ടത്തരം. ഒരു വീട്ടിൽ 2 കോമാളികൾ ഒരേ സമയം പാർലമെന്റിൽ. ക്വൈറ്റ് നാച്ചുറൽ. രസകരമായ കാര്യം, ഇത്രയും മണ്ടത്തരം പറഞ്ഞിട്ടും അത് കേട്ട് പ്രതിപക്ഷ എംപിമാർ ഉൾപ്പെടെ പാർലമെന്റിൽ ആർത്ത് ചിരിച്ചിട്ടും താൻ പറഞ്ഞത് മണ്ടത്തരമാണ് എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി പോലും രാഹുൽ ഗാന്ധിക്ക് ഇല്ലാതെ പോയി എന്നുള്ളത് പരമ കഷ്ടമാണ്. ഇന്നലെ പ്രധാനമന്ത്രിയുടെ മറുപടി പ്രസംഗം കേട്ടിട്ട് പ്രിയങ്ക വദ്ര പറഞ്ഞത് ഒന്നും മനസ്സിലായില്ല എന്നാണ്. ബോറായിരുന്നു എന്നായിരുന്നു. എങ്ങനെ മനസ്സിലാക്കാനാണ്? അതിന് വേണം മിനിമം ചരിത്രബോധമെങ്കിലും. സ്വന്തം പാർട്ടിയായ കോൺഗ്രസ് ആണ് ഹിമാചൽ പ്രദേശിൽ ഭരിക്കുന്നത് എന്ന് പോലും അറിയാതെ ഹിമാചൽ പ്രദേശ് സർക്കാരിനെ പാർലമെന്റിന്റെ പ്രസംഗത്തിൽ ചീത്ത വിളിച്ച മഹതിക്ക് ചരിത്രബോധം ഉണ്ടാകുമെന്ന് കരുതിയാൽ തെറ്റൊന്നുമില്ല. വയനാടുകാർക്ക് കിട്ടിയ എന്ത് സൂപ്പറാണ്. രാഹുലിന്റെയും പ്രിയങ്കയുടെയും വിഡ്ഢിത്തരങ്ങളും വിവരക്കേടുകളും മാറ്റിവെച്ചാൽ BJP നടക്കുന്ന വലിയൊരു മാറ്റത്തിന് കൂടിയാണ് പാർലമെന്റിൽ ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. തലമുറ മാറ്റമാണ് ഇപ്പോൾ BJP നടക്കുന്നത്. ഹരിയാന, മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് BJP വൻ വിജയം നേടിയത് 2ാം നിര നേതാക്കളുടെ കരുത്തിലായിരുന്നു. കേരളത്തിലെ മാധ്യമങ്ങൾ ഇതൊന്നും റിപ്പോർട്ട് ചെയ്യാത്തത് കൊണ്ട് മലയാളികൾക്ക് BJPയുടെ കരുത്തരായ 2ാം നിര, 3ാം നിര നേതാക്കളെ ഒന്നും അറിയില്ല എന്നതാണ് സത്യം. മോദിയില്ലെങ്കിൽ BJP വട്ടഭൂജ്യമാണെന്ന് പറഞ്ഞവരുടെ കണ്ണ് തള്ളിച്ച വിജയമാണ് ഹരിയാനയിലും മഹാരാഷ്ട്രയിലും തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ BJP ശരവേഗത്തിൽ നേടിയെടുത്തത്. അതൊരു മാസ്മരികമായ ഒരു വിജയം തന്നെയായിരുന്നു. ഇപ്പോൾ പാർലമെന്റിലേക്ക് നോക്കൂ. രാഹുലിന്റെയും പ്രിയങ്കയുടെയും മണ്ടത്തരങ്ങളും വിവരക്കേടുകളും പൊളിച്ചെടുക്കുന്ന പുതിയതായി പാർലമെന്റിലെത്തിയ BJPയുടെ യുവ MLA-മാരാണ്. അതായത് അമിത്ഷായും JP നദ്ദയും അതുപോലെ തന്നെ നിർമ്മല സീതാരാമനും ഒക്കെ അവിടെ വെറുതെ ഇരിക്കും. മണ്ടത്തരങ്ങൾ പൊളിച്ചെടുക്കുന്നത് BJPയുടെ യുവ MP-മാരാണ്. BJPയുടെ മുതിർന്ന പാർലമെന്റ് അംഗങ്ങൾ രാഹുലിന്റെയും പ്രിയങ്കയുടെയും പ്രസംഗങ്ങൾ കേട്ട് തലതല്ലി ചിരിക്കും മാത്രമേ ഉള്ളൂ. അവിടെ മറുപടി പറഞ്ഞ് രാഹുലിനെ നാറ്റിക്കുന്നത് യുവ BJP MP-മാരാണ്. അവർക്കാണ് ഇപ്പോൾ പുതിയ ദൗത്യം BJP കൊടുത്തിരിക്കുന്നത്. എത്ര ബുദ്ധിപരമായിട്ടാണ് BJP രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് എന്ന് നോക്കിയാലേ മനസ്സിലാകും. കൃത്യമായി 2ാം നിര, 3ാം നിര നേതാക്കളെ വളർത്തിയെടുക്കുന്നു. അവർക്ക് അവസരങ്ങൾ നൽകുന്നു. അവരുടെ കഴിവുകൾ BJP പരമാവധി ഉപയോഗിക്കുന്നു. അവർക്ക് BJPയിൽ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള വേദി ഒരുക്കി കൊടുക്കുന്നു. രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക വദ്രയെയും പൊളിച്ചെടുക്കുന്ന യുവ MP-മാരുടെ വീഡിയോകൾ എല്ലാം കേരളത്തിന് പുറത്ത് വലിയ രീതിയിൽ പ്രചരിപ്പിക്കുന്നുകൊണ്ട് വലിയ തരംഗമാണ് സൃഷ്ടിക്കുന്നത്. ഇനി രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക വദ്രയുടെയും പ്രസംഗങ്ങളിലേക്ക് തിരികെ വന്നാൽ, ഈ പ്രസംഗങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നത് സോറോസ് അങ്കിളാണെങ്കിലും നമ്മുടെ മനോരമയുടെ മാമൻ മാത്യു ആണെങ്കിലും ഒരു കാര്യമേ പറയാനുള്ളൂ: ഒരു പരിധിയുണ്ട് ഇതിനൊക്കെ. ഒരേ സമയം 2 പേരെ കോമാളികളാക്കി ജനങ്ങളെ മുന്നിലേക്ക് ഇട്ടുകൊടുക്കാൻ നിങ്ങൾക്ക് എങ്ങനെ മനസ്സ് വരുന്നു? സോറസ് അങ്കിളെ, മാമൻ മാത്യു അങ്കിളെ. മനോരമയൊക്കെ ശരി തന്നെ, കോൺഗ്രസിന് ചായവുള്ളതാണ് എന്ന് പറഞ്ഞ് ഇത്രയൊക്കെ വേണോ? ദ്രോണാചാര്യർ ഏകവല്യന്റെ തള്ളവിരൽ മുറിച്ചെടുത്ത പ്രതിപക്ഷ നേതാവ് രാഹുലിന്റെ പരാമർശത്തിനെതിരെ വ്യാപക പ്രതിഷേധമാണ് അലടിക്കുന്നത്. രാഹുൽ രാഷ്ട്രവിരോധിയും ഹിന്ദു വിരുദ്ധനുമാണെന്ന് നിരവധി ആചാര്യന്മാരും നേതാക്കളും പറഞ്ഞു കഴിഞ്ഞു. ഏകവല്യന്റെ കഥയുടെ ആശയത്തെ തെറ്റായി പ്രതിപാദിക്കുകയാണ് രാഹുൽ ചെയ്തതെന്ന്
ശ്രീ പഞ്ചായത്തി അഖാര ഭട്ട ഉദാസിസ് മഹാമണ്ഡലേശ്വർ രവീന്ദ്ര പ്രകാശ് മഹാരാജ് പറഞ്ഞു കഴിഞ്ഞു. രാഹുൽ കഥ വളച്ചൊടിച്ചു കൊണ്ടിരിക്കുകയാണ്. ഏകവല്യൻ ദ്രോണാചാര്യർക്ക് ഗുരുദക്ഷിണയായി തള്ളവിരൽ ദാനം ചെയ്തത് ബഹുമാനത്തിന്റെയും ഭക്തിയുടെയും പ്രതീകമായിട്ടാണ്. അതാണ് ഒരു ഗുരു ശിഷ്യ ബന്ധത്തിന്റെ ഏറ്റവും വലിയ തുടക്കം. എന്തായാലും വയനാടുകാർക്ക് കിട്ടിയ MP സൂപ്പറാണ്. കാരണം സ്വന്തം പാർട്ടി ഭരിക്കുന്ന സംസ്ഥാനം ഏതാണെന്ന് പോലും അറിയാതെ ആ സംസ്ഥാനത്തിന്റെ സർക്കാരിനെ ഇട്ട് ചീത്ത വിളിച്ച പ്രിയങ്ക ഗാന്ധി സൂപ്പർ സാധനം. പാർലമെന്റിൽ കയറി വന്നിട്ട് മണ്ടത്തരങ്ങൾ മാത്രം മുളമ്പുന്ന മണ്ടൻ പപ്പു. ഇപ്പോൾ കോൺഗ്രസിന് ഒരു കോമഡിയും കൂടെ കിട്ടിയിട്ടുണ്ട്, അതായത് പ്രിയങ്ക ഭദ്ര. എന്നാലും ഈ ചേട്ടനും അനിയത്തിയും കൂടെ പാർലമെന്റിൽ മാത്രമല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് തന്നെ താമസിയാതെ പൊളിച്ചടുക്കി കയ്യിൽ തരുമെന്ന കാര്യം ഉറപ്പാണ്. ഇവർ തന്നെ വീണ്ടും, അതായത് അടുത്ത വർഷം മോദി 4.0 അല്ലെങ്കിൽ BJP 4.0ക്ക് BJPക്കാർക്ക് വലിയ രീതിയിൽ പണിയില്ല. കാരണം ഇവർ തന്നെ അതിനുള്ള കളം ഒരുക്കി തരുമെന്നത് ഇപ്പോൾ നമുക്ക് മനസ്സിലായി.